ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 12 വർഷമായിട്ട് ഈ രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. ഇവള് തൊടുന്നതെല്ലാം അശുദ്ധമാകും. ഇവള് തൊട്ടാലും ഇവളെ തൊട്ടാലും അതൊക്കെ അശുദ്ധമാകും. അങ്ങനെ മാനസികവും ശാരീരികവും ആത്മീയവുമായ രീതിയിൽ ക്ലേശം അനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന, നരക ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ. വലിയ വിശ്വാസത്തോടെ ഇവൾ ഈശോയുടെ അടുത്ത് വരികയും ഈശോയെ തൊടുകയും സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾ ഈ സൗഖ്യം പ്രാപിക്കാനായിട്ട് കാരണമാകുന്നത് എന്താണ്? വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ ഈശോയെ പറ്റി കേട്ടു എന്നുള്ളത്. ഈ കേൾവിയാണ് അവളെ ഈശോയിലേക്ക് എത്തിച്ചത്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? ഈശോയെപ്പറ്റി ഇവൾ കേട്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവളോട് ഈശോയെപ്പറ്റി പറഞ്ഞു കാണും. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടല്ലോ ഇന്നും ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ക്ലേശത്തിൽ, ഈശോയെപ്പറ്റി അറിയാത്തവർ, ഒരുപാട് ബുദ്ധിമുട്ടിലും മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇവരോട് ഈശോയെപ്പറ്റി പറയാനുള്ളൊരു ഉത്തരവാദിത്വമാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: എൻ്റെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് ഈശോയെപ്പറ്റി മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ വൈകുന്നേരം തന്നെ ഒരാൾ വിളിച്ചിട്ട് പറയണം, അച്ഛാ ഇന്ന് 12 മണി വരെ സമയമുണ്ട്, എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പെൺകുട്ടി വിളിച്ചിട്ട് പറയണം, അച്ഛൻ പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുവാണ്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അച്ഛനെ വിളിക്കുന്നത്. ഈശോയെ അറിയാത്ത, ഈശോയെപ്പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ചോദ്യം ഇതാണ്: ഇവരോട് ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ അത് ചെയ്യുന്നുണ്ടോ?